സൗഹൃദ സംഭാഷണം എന്ന ഈ ഈ പ്രോഗ്രാമിൻ്റെ 4ാമത്തെ എപ്പിസോഡിലായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് കൂടുതലായിട്ട് സുനിൽ ബ്രദറിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. സമയം കളയാതെ എത്രയും വേഗം നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് കടക്കാം. എൺപത്തിനാല് നവീകരണത്തിൽ വന്നു. അതിനുശേഷം ഈ അമ്മ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സഹോദരൻ്റെ അമ്മ, എൻ്റെ അമ്മ. അമ്മയാണല്ലോ ആദ്യം നവീകരണത്തിൽ വരുന്നത്. അതെ. അമ്മയുടെ ഒരു പ്രത്യേകത, അമ്മ ഈ അലഞ്ഞു നടക്കുന്ന രോഗികളൊക്കെ ഉണ്ട്, മാനസിക രോഗികൾ. ടൗണിൽ കണ്ടാൽ അമ്മ വിളിച്ച അമ്മയുടെ കൂടെ പോരും ഇവര്. അതാണായാലും പെണ്ണായാലും ശാന്തമായിട്ട് പോരും. പോന്ന് അമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കും. സഹോദരന്റെ വീട്ടിൽ 2-3 പേരെ ഇങ്ങനെ കുറെ നാളുകളായിട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അതിലൊരു റോസമ്മ എന്ന് പറയും. അതിനെ അമ്മ ചേലച്ചോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. അമ്മ ഈ മൂലമറ്റത്ത് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് അമ്മ പോകും, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് അപ്പൊ 1 മാസം കിടന്നപ്പോൾ അവള് സുഖപ്പെട്ടു, മനുഷ്യനെ പോലെ, സാധാരണ മനുഷ്യനും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇതിനെ നന്നായിട്ട് നോക്കിയാൽ ഇത് ജീവിച്ചോളും, കൊണ്ടുപോയി മാനസിക രോഗികളുടെ കൂടെ ഇടരുതെന്ന് പറഞ്ഞു. അത് എവിടുന്ന് കിട്ടുന്ന ഈ സ്ത്രീയെ എവിടുന്ന് കിട്ടിയത്? അത് അമ്മയ്ക്ക് അത് ചേലച്ചോടെന്ന് പറഞ്ഞ് വഴി കിട്ടിയതാ. പ്രയർ ഗ്രൂപ്പ് ലീഡർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുവന്ന് 24 വർഷം വീട്ടിലുണ്ടായിരുന്നു. അത് ഈ നിങ്ങളുടെ ഇടുക്കി വെച്ചായിരുന്നു? ഇടുക്കി വെച്ചുണ്ടായിരുന്നു. കഴിഞ്ഞ് രാമപുരത്തിന് പോകുന്നപ്പോൾ കൂടെ കൊണ്ടുവന്നു. ഇവിടെ വെച്ചാൽ മരിക്കുന്നത്, രാമപുരത്ത് വെച്ചാൽ മരിക്കും അല്ലേ, കൊറോണയ്ക്ക് മുമ്പാണ് മരിക്കുന്നത്. അപ്പൊ അങ്ങനെ അമ്മ ഒരുപാട് രോഗികളെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് ഈ ടൗണിൽ നിന്ന് പിടിച്ച്. ഈ ഭിക്ഷ അയക്കാൻ വരുന്നവരെ ഭക്ഷണം. അമ്മയ്ക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ? അതെ അതെ. എൻ്റെ അമ്മ എത്രയോ പേരെ രക്ഷപ്പെടുന്നു. അവരെന്ത് കൈ കിട്ടിയാലും ആർക്കെങ്കിലും കൊടുക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു സാരി കൊണ്ടുവന്നു അമ്മയ്ക്ക്. ഇന്നലെ അമ്മ അതൊരാൾക്ക് കൊടുത്തു. അപ്പം എന്നോട് അത് ഞാൻ കൊടുത്തേക്കട്ടെ എന്ന് ചോദിച്ചു. അമ്മ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കും. ഈ പാവങ്ങളോടൊരു ഭയങ്കര കാരുണ്യം ഉണ്ട്. അമ്മയുടെ അപ്പം വല്യപ്പനും അങ്ങനെയായിരുന്നു. അതായത് ഞാൻ കണ്ടേക്കുന്നത് ഹൈ റേഞ്ചിൽ റോഡ് സൈഡിലാണ് അമ്മ വീട്. അപ്പോൾ വല്യപ്പന് ഈ ചക്ക, മാങ്ങ, കടച്ചക്കയൊക്കെ പറിച്ചിട്ട് നമ്മൾ വിൽക്കുമല്ലേ കമ്പോളത്തിൽ കൊണ്ട്, നമ്മൾ അയലോങ്കാർ കൊടുക്കുമല്ലേ. ഇത് പുള്ളി ആ റോട്ടിൽ വെക്കും, കൊട്ടയ്ക്കാതെ പോകുന്നവർക്ക് എടുത്തുകൊണ്ട് പോവാം. ഞാനും ഞങ്ങളുടെ വീട്ടിൽ 2 പ്ലാവ് ഉണ്ടായിരുന്നു. ഈ പ്ലാവേൽ ചക്ക ഞാൻ മോളി കയറി. എനിക്ക് ഭയങ്കര ഹരമാണ്. കഴിവതും പൊട്ടാതെ ഇടാനായിട്ട് എനിക്ക് വലിയ ഒരു അങ്ങനെ ഒരു ഹരമാണ്. ഏറ്റവും മോളി കയറിയിട്ട് കയറുകൊണ്ട് കെട്ടി ഇറക്കും താഴെ. കെട്ടിയല്ലേ ഇറക്കി താഴെ കൊണ്ടുവന്നിട്ട് 10-25 ചക്ക കാണും. അപ്പോൾ അയലോക്കൂടി എല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് കുറേ നമ്മുടെ വീടിൻ്റെ വാതുക്കല് അടിക്കടിക്ക് വെച്ചിട്ട് ഒരു കട്ടിപ്പായിൻ്റെ പേപ്പറിൽ എഴുതി വെക്കും, ആവശ്യക്കാർക്ക് എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വെല്ലുപ്പിന് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതെന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സാധനം കൊണ്ട് കൊടുക്കാൻ ഇപ്പോഴും പറ്റില്ല, വിലയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റിയല്ല, പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ കോതംകുളത്തിൽ കട തുടങ്ങിയായിരുന്നു, പച്ചക്കറി കട. അപ്പം ഞാൻ ആളുകൾ വരുമ്പം മോശമാണ് പറയും, ഇത് കൊണ്ടുപോകണ്ട, ഇത് മോശമാണെന്ന് പറയും. അവൻ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ കടയിൽ ഇനി ഇരിക്കണ്ട, കട പൂട്ടേണ്ട അവസ്ഥ വരും. അപ്പം അന്നും ഇങ്ങനെ നമുക്ക് ഈ പറ്റത്തില്ല. അപ്പം ഞാനിപ്പോൾ ഒരു ആക്രി പെറുക്കാൻ കഴിഞ്ഞ ദിവസം വന്നു, അയാൾ നിറയെ പെറുക്കി 2 പേര് പെറുക്കിയെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ കൂട്ടേണ്ട കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു നേരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നേരാന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൊണ്ടുപോയി. അപ്പോൾ നമുക്കത് ഈ വിലയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പറ്റത്തില്ല. ചെറുപ്പം തുടങ്ങി എനിക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ ഈ അമ്മ എന്ത് കിട്ടിയാലും ഇങ്ങനെ കൊടുക്കും. 2 പിള്ളേരെ എടുത്തു വളർത്തിയിട്ടുണ്ട്. 2 പിള്ളേർ. ഒരാൾ തമിഴ്നാട്ടിൽ മൂന്നാറിൽ നിന്ന് കിട്ടിയതാണ് കുഞ്ഞിലെ, വീട്ടിൽ കൊണ്ട് നമ്മൾ വളർത്തി. വേറൊരു കൊച്ചിനെ വളർത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വഴിയിൽ നിന്നൊക്കെ പൂച്ചേനെയും പട്ടീനെയും കിട്ടുന്ന പോലെ കിട്ടി വീട്ടിൽ കൊണ്ട് വളർത്തുന്ന പോലെ തന്നെ പലരും പൂച്ചേനെയും പട്ടീനെ വളർത്തുന്നെങ്കിൽ നമ്മള് മനുഷ്യരെ അല്ലേ? അതെ അതെ. അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ കൊച്ചിനെ വളർത്തുക മാത്രമല്ല, അപ്പച്ചൻ വീതവും കൊടുത്തു ഒരാൾക്ക്. സ്ഥലം 1/2 ഏക്കർ റബ്ബർ തോട്ടം എഴുതി കൊടുത്തു. 1/2 ഏക്കർ റബ്ബർ തോട്ടം ഈ കിട്ടിയ കൊച്ചിനെ വളർത്തി വലുതാക്കി കൊടുത്തു. ഇതിപ്പോ കേട്ടുകേൾവി ഇല്ലാത്ത ഒരു കാര്യമാണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ സ്ഥലം വീതം വെച്ച് കൊടുത്തു, മകനെ പോലെ തന്നെ. അത് അപ്പൊ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് എപ്പോഴും ആർക്കും വരാം, ഒരു പൊതുസ്വത്താ. ഇപ്പോഴും അങ്ങനെയാ. ആ സ്ഥലത്ത് മതിലോ ഗേറ്റോ ഒന്നും കാണില്ല. ഇപ്പൊ പിന്നെ പശുക്കാരായിരിക്കാം, പട്ടിയൊക്കെ വന്ന് കയറായി. പഴയ ഹൈറേഞ്ചുകളില്ല. ഹൈറേഞ്ചുകളിൽ ഒന്നുമില്ല, തുറന്നു കിടക്കും. ഇപ്പോഴും അങ്ങനെയാ.
ഭക്ഷണം വെച്ചാൽ ഇച്ചിരി കൂടുതൽ വെച്ചേക്കും, അതെടുത്ത് കൊടുക്കും. അതെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മിച്ചം എപ്പോഴും കഞ്ഞി കുറച്ച് രണ്ടുപേർക്ക് അവിടെ കാണും. ഏത് സമയത്ത് ആര് വന്നാലും ഭക്ഷണം കൊടുക്കും. പണ്ടുള്ള കാരണവന്മാർ പറയും, എടി ആര് കയറി വന്നാലും കൊടുത്തോണം, എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എടുത്തു കൊടുത്തോണം. ഇപ്പൊ എനിക്കുള്ളതാണെങ്കിലും അതെ അവർക്ക് കൊടുത്തോണം. അന്ന് പണ്ടുള്ള കാരണവന്മാരൊക്കെ പറയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഈ സഹായിക്കാൻ ഒത്തിരി പെൺപിള്ളേരെ കെട്ടിക്കാനും എവിടെയാണേലും നമ്മളിങ്ങനെ എടുത്തങ്ങോട്ട് കൊടുത്തേക്കും. അല്ലാണ്ട് നാളത്തേന് വേണമെന്നോ, ഇപ്പം മോളുടെ കല്യാണമൊക്കെ വരുക, ഞാനും ഒരു രൂപ പോലും കരുതിയിട്ടില്ല. പക്ഷെ ദൈവം എത്രയോ പെൺപിള്ളേരെ വിവാഹം നടത്തും, ഒരു 3-4 പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടു. അപ്പം അതൊക്കെ ദാമ്പരം നമുക്ക് ആ സമയത്ത് തരുക. അതൊക്കെ അതിൻ്റെയൊക്കെ പ്രതിഫലം അസറ്റായിട്ട് ദൈവം തരും. നമ്മുടെ ഒരു കാരണം എന്നെ ചിന്തിപ്പിക്കുന്ന എന്തോരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് കൊടുക്കും തോറും സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാ ഇന്ന് അനേകർ ധ്യാനം കൂടാൻ വരുന്നത് തന്നെ, ധ്യാനത്തിന് വരുന്നതും എല്ലാം എന്ത് പ്രതീക്ഷിച്ചാ വരുന്നത്. ധ്യാന ഗുരുക്കന്മാരായാലും പറയുന്നത് ഇന്നതുപോലെ പ്രാർത്ഥിക്കാൻ നിനക്ക് കിട്ടുമെന്ന് പറയുന്നത്. എന്ത് യേശുവിനെ പ്രതി കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നില്ല. ഞാൻ എൻ്റെ വണ്ടിയാണെങ്കിലും രോഗികളെ കൊണ്ടുപോകാനായിട്ടും കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു അമ്മച്ചിയെ കൊണ്ടുപോയി ICU കിടക്കുക. അപ്പം ഞാൻ പുറത്തിരിക്കുക, എൻ്റെ പൈസയും കുറവായിരുന്നു. അപ്പം ഞാൻ ആ ക്യാൻറ്റീനിൽ പോയി കാപ്പി കുടിക്കുക. അവിടെ ചെന്നപ്പോൾ എൻ്റെ മുമ്പിൽ നിന്നൊരു ധ്യാനം കൂടി വരാം, ഭാര്യയും ഭർത്താവും. അവരോട് ചെക്കപ്പിന് വന്ന്. അപ്പോൾ അവരോട് ചോദിച്ചു, ബ്രദറിൻ്റെ നമ്പർ ഒന്ന് തരാമെന്ന്. ഞാൻ കൊടുത്തു. അപ്പത്തിന് ക്ലിങ് എന്നൊരു സൗണ്ട്. നമുക്കിപ്പോൾ 5000 രൂപ കിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് ആ സമയത്ത് ദൈവം തരുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇതാണ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പരിപാലന. ഈ ദൈവ പരിപാലന എന്ന് പറയുന്നത് അത് അന്നന്ന് അതെ ആ സമയത്ത് ദൈവം തരും. സമയത്ത് ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുക ആവശ്യമുള്ളത്. രാമപുരത്തുനിന്ന് ഞാൻ വരുമ്പോ എൻ്റെ 750 രൂപ ഉള്ളൂ. എന്നാലും ഞാൻ ഓർക്കുന്നുണ്ട് ഇവർ വല്ല ആവശ്യം വന്നാൽ എന്നെ ചെയ്യും. അവരുടെ പൈസ ഞാൻ സാധാരണ ഞാൻ വിളിച്ചപ്പോഴായാലും സാധാരണ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ടോ ഞാൻ ചോദിച്ചപ്പോ ശാരം പറഞ്ഞത് അങ്ങോട്ട് വല്ലതും വേണോ. ഞാൻ അങ്ങനെയാ, ഞാൻ എപ്പോഴും എവിടെ ചെല്ലുമ്പോഴും കൊടുക്കാന്ന് പറയുന്നതേ ഈ ഇപ്പം തോമസ് കുര്യനോടാണ്ട് പറയാം, 21 വർഷമായിട്ട് പണം ശേഖരിക്കുകയല്ല ഞങ്ങൾ. ഞാനും ഭാര്യയുടെ എടുത്തേക്കണ തീരുമാനം, ഞങ്ങൾ പണം ശേഖരിക്കുകയല്ല. ഇല്ലല്ലേ? ഇല്ലില്ല. അത് മക്കളോടും പറഞ്ഞിട്ടുണ്ട്, ഒന്നും ശേഖരിച്ചേക്കരുതെന്ന്. പണം ശേഖരിക്കുകയല്ല. അന്നു കിട്ടുന്ന അപ്പം ഭക്ഷിക്കും, മിച്ചമുള്ളത് നമുക്ക് ആ ദിവസങ്ങളിൽ തന്നെ നമ്മളത് കൊടുത്ത് തീർക്കും. ശേഖരിച്ച് വെക്കുകയല്ല, അത് പണമല്ല, ഒന്നും ശേഖരിക്കുകയല്ല. മാക്സിമം അത് കൊടുത്ത് തീർക്കുക എന്നുള്ളതാണ്. എന്നോട് ചിലർ ചോദിക്കുന്നത് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതാണ്. തീർച്ചയായും വചനം അതാണ്. കർത്താവ് ശരിക്ക് വചനത്തിലുള്ള ജീവിതമാണ്. ഈ 21 വർഷമായിട്ട് ഈ പോക്കറ്റിൽ ഒരു കുറവും വന്നിട്ടുമില്ല. ഇല്ല. അപ്പം ചിലപ്പം ഒരു മാനസിക രോഗീനെ മൂലമറ്റത്ത് അഡ്മിറ്റ് ചെയ്യണം. അപ്പം ഞാൻ 15,000 രൂപ കെട്ടണം. അമ്മ പറഞ്ഞു, മോനെ 15 രൂപ കെട്ടണോട്ടാന്ന് പറഞ്ഞു. ഞാൻ ജോർജ് ചേട്ടനോട് കടവ മേടിച്ചു 15 കൊണ്ട് കെട്ടാൻ പറഞ്ഞു. അന്ന് ഞാൻ പോയി പ്രസംഗിച്ച് ഇറങ്ങുന്ന സമയത്ത് ഒരു ജോർജ് ചേട്ടൻ എന്ന് പറഞ്ഞൊരാൾ പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ തന്നെ. പുള്ളി പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ആ പൈസ കർത്താവ് തരുമായിരുന്നു 3 ഇരട്ടി. ഇവിടെ വേറെ സംഭവം ഉണ്ടായി. മുരിങ്ങൂര് പള്ളിയിൽ പ്രസംഗിക്കണം. അപ്പം എൻ്റെ 150 രൂപ ഉള്ളൂ. ഞാൻ ഈ 150 രൂപ കൊണ്ട് മുരിങ്ങൂര് ചെന്നിട്ട് തിരിച്ചു വരണമല്ലോ. അവിടെ ചെല്ലുമ്പോൾ വണ്ടിക്കൂലി കിട്ടും നമുക്ക് അറിയില്ലല്ലോ. ഞാൻ ഭാര്യയോട് ചോദിച്ചു വല്ലതും ഉണ്ടോ? അവൾ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ കയറിപ്പോയി. എന്നിട്ട് ഞാൻ കാലടിയിലൊരു പള്ളിയുണ്ട്. മുരിങ്ങൂര് 11 മണിക്ക് ചെന്നാൽ മതി. കാലടി ചെന്നപ്പോൾ 7 മണിയായുള്ളൂ രാവിലെ. ആ പള്ളിയിൽ കയറി 1 മണിക്കൂർ പ്രാർത്ഥിച്ച് 1 മണിക്കൂർ ഇരുന്ന് ഞാനിങ്ങനെ ഈശോയെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന അവിടെ 2 ദോശയും കഴിക്കാം, ഒരു ചായയും കുടിക്കാം. 10 രൂപ ഉള്ളൂ ദോശയ്ക്ക്, ചായക്കും 10 രൂപ ഉള്ളൂ. അപ്പോൾ 30 രൂപ. സാമ്പാറും ചമ്മന്തിയും ഫ്രീയാ എന്നോർത്തോണ്ട് ഞാൻ അവിടെ കയറി ഇത് കഴിച്ചപ്പോൾ എൻ്റെ തോളത്ത് പിടിച്ച് ബിജു നാരായണൻ എന്ന് പറഞ്ഞു സുവിശേഷം പറയുന്നു. പുള്ളി ഇങ്ങനെ തട്ടടിക്കാൻ വന്നതാണ് അവിടെ. ദോശ കഴിക്കും, നല്ല ദോശയാണ്, 10 രൂപ ഉള്ളൂ. അപ്പോൾ എന്നോട് സുല്ലേട്ടനെ അവിടെ നിൽക്കും, ഞാൻ പൈസ കൊടുത്തോളാം. അപ്പോൾ പുള്ളി ബില്ല് പേ ചെയ്തിട്ട് ഒരു 500 രൂപ എടുത്ത് എൻ്റെ പോക്കറ്റിലിട്ട്. അപ്പോൾ എനിക്ക് 2 ദോശയുടെയും ചായയുടെയും ഒന്ന് ഓർത്ത് നോക്കിക്കുക, വഴി വെച്ച് കർത്താവ് തരുക. എൻ്റെ പോക്കറ്റിൽ പൈസ ഇല്ല, 150 രൂപയല്ലേ ഉള്ളൂ. ഇല്ലാത്ത കാര്യം ദൈവം അറിഞ്ഞു, ദൈവം അറിയുക. ഇനി കേട്ടു. അവിടുന്ന് ഞാൻ കാലടിയിൽ നിന്ന് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചു യൂട്യൂബിൽ പ്രസംഗിക്കുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞു അതെ. അയ്യോ, എനിക്ക് ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി കൊരട്ടിയിൽ കട നടത്തുക. ബസ് കയറിയപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് പുള്ളി എടുത്തു. ഇറങ്ങുന്ന സമയത്ത് വിശ്വസിക്കില്ല, 1000 രൂപ എടുത്ത് എൻ്റെ പോക്കറ്റിൽ പോരെ. മുരിങ്ങൂരി എന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ വികാരിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു.
അച്ഛനൊരു സംഖ്യ എടുത്തിട്ട് എനിക്ക് തന്നു, ഇത് കയ്യിലിരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യം വരുമെന്നും പറഞ്ഞു. 5000 രൂപ. അപ്പം ഞാൻ ഓർക്കിയത് നമുക്ക് രാവിലെ ഞാൻ 150 ഉള്ളല്ലോ കർത്താവെന്ന് ചിന്തിച്ച നിമിഷം തന്നെ ഈ വഴികളിൽ വെച്ചാണ് ദൈവം എല്ലാം തരുന്നത്. അപ്പം അന്ന് എന്നെ ദൈവം ഇങ്ങനെ തരുമ്പം ദൈവം എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ പോകുന്ന വഴി അതെ കറക്റ്റാണെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അതിന് കിട്ടിയല്ലോ എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്, ഞാനെടുത്ത നിലപാട് കറക്റ്റാണ്. അങ്ങനെയാണ് ദൈവം വീണ്ടും ഇതെന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പം ദൈവം നമ്മൾ ശേഖരിച്ചു വെക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആ വ്യക്തിയെ അനുദിനം പരിപാലിക്കാൻ വ്യക്തികളെ ഒരുക്കുന്നു. ആ സമയത്ത് ദൈവം ഒരു മക്കളെയൊക്കെ പഠിപ്പിച്ച ഞാൻ അങ്ങനെയാണ്. കൊച്ചു ഫീസ് അടയ്ക്കണമെന്ന് പറയുമ്പോഴേ ഞാൻ പറയും മോനെ ഫീസ് അടയ്ക്കാം. അപ്പോൾ കൊച്ചു പറയുമ്പോൾ പപ്പ പിള്ളകളിയല്ല ഫീസ് അടയ്ക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു പിള്ളകളിയല്ല ഫീസ് അടയ്ക്കണം, പക്ഷെ സ്വർഗത്തിലെ ദൈവം, അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. സാധാരണ മനുഷ്യർ അത് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒത്തോരെ പറയാനായിട്ടുണ്ട് നമ്മുടെ. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ മക്കൾക്ക് ഈ ദൈവപരിപാലനം എന്താണെന്ന് അറിയാം. പരിപാലനം അറിയണമെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കണ്ടേ. ഇത് മതിലും കെട്ടി അൽശേഷം പെട്ടി അഴിച്ചും വിട്ട് 91 സങ്കീർത്തനം ചൊല്ലിയിട്ട് കാര്യമില്ലല്ലോ. യാഥാർത്ഥ്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അത് നമുക്ക് അനുഭവേദ്യമായിട്ട് മാറും. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇത്രയും വർഷമായി, 40 വർഷമായി കർത്താവിനെ കണ്ടുമുട്ടി. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അന്ന് മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വേറെ ഇപ്പം നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ പിന്നല്ലേ നമുക്ക് സൈഡ് പരിപാടി ഇല്ല, പാർട്ട് ടൈം പരിപാടി വേറെ ഇല്ല, ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കർത്താവിന് വേണ്ടി ഒരു ജീവിതമാണ്. അതെ, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ ജീവിക്കും. അതെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെയും ഈ ഇത്രയും വർഷമായിട്ട് ഒരിടത്തൊന്നും ഫീസോ എന്ന് ഇത്ര നമ്മൾ പരിപാടിക്ക് അല്ലെങ്കിൽ പരിപാടിയാ പ്രോഗ്രാമാ അതിന് ഇത്ര ഫീസാണെന്നോ വാങ്ങോ അങ്ങനെ പറയുകയോ ചോദിക്കുകയോ ഒന്നും നമുക്ക് കിട്ടി പലയിടത്തും നമ്മൾ വേണ്ടാതെ വാങ്ങാതെ പോയിട്ടുണ്ട്. അതിൽ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത്. അവിടെ നമുക്കുള്ള സന്തോഷം ഭയങ്കര. പിന്നെ അപ്പോൾ ഇപ്പോഴായാലും നമുക്ക് ദൈവം ഈ നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഇന്നേ വരെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടി ഒരു മനുഷ്യരോട് ചോദിച്ചിട്ടില്ല. തക്ക സമയത്ത് ദൈവം ചോദിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമല്ല. ശുശ്രൂഷയുടെ ആവശ്യത്തിന് നമുക്ക് ചോദിക്കാം, പക്ഷെ ദൈവം അനുവദിക്കാമല്ലോ. പക്ഷേ നമുക്ക് എന്തോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെയും ചോദിച്ചിട്ടില്ല. അത് ദൈവം നടത്തും എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷേ അത്യാവശ്യ കാര്യങ്ങളിലൂടെ മിനിമം രീതിയിലാണ് ദൈവം നമ്മുടെ ശുശ്രൂഷകളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് വലിയ അത്യാർത്ഥികളൊന്നുമില്ല. ഇന്നേ വരെ നമ്മൾ അങ്ങനെ ലാഭേച്ഛ ത്തിന് വേണ്ടിയിട്ട് ഒരു പരിപാടി ശുശ്രൂഷയോ അതിനൊരു പരിപാടിയായിട്ട് കണ്ടിട്ടില്ല. പരിപാടിയായിട്ട് കാണുമ്പോഴാണല്ലോ പ്രശ്നം. നമ്മളിതിനെ ശുശ്രൂഷയായിട്ട് പരിപാലിക്കുന്നു നടത്തുന്ന അനുഭവം നമുക്കുണ്ടാകുന്നത്. നമുക്ക് അതിലുള്ള സന്തോഷമാണ്. അതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും ആനന്ദമുണ്ട്. ഇത്രയും നമുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. നമുക്ക് തുടർന്ന് നമുക്ക് മറ്റൊരു ദിവസേ നമുക്ക് ഈ ശുശ്രൂഷ മേഖലയിൽ ഉള്ള ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമുക്ക് ഒന്ന് സംസാരിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിന് ദൈവം ഒരു അവസരം നമുക്ക് ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായി കാണാനും സംസാരിക്കും. പിന്നെ അത് നമ്മൾ ഈ ദൈവ ശുശ്രൂഷയിൽ ഇരിക്കുന്നവര് ഒന്നിച്ചിങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ വർത്താനം പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹം, വലിയ സന്തോഷമാണ് എനിക്ക്. ഈ എപ്പിസോഡ് ഇവിടം കൊണ്ട് നിൽക്കുകയാണ്. ഈ 4 എപ്പിസോഡിലൂടെ ഞങ്ങൾ പങ്കുവെച്ച ഞങ്ങളുടെ വ്യക്തിപരമായ ശുശ്രൂഷപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെ ഒത്തിരി സഹായകരമായി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷ മേഖലയിലും ഒത്തിരി സഹായകരമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. മാത്രമല്ല നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സാധിക്കുമെങ്കിൽ ഞങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അല്ലാത്തവർക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതിയിടുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബെത്ലഹേം TV എല്ലാ ആത്മായ ശുശ്രൂഷകരെയും പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ ശുശ്രൂഷകൾ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന മിനിസ്ട്രിയാണ് ബെത്ലഹേം TV. നിങ്ങളുടെ പരിചയത്തിൽ പോപ്പുലർ അല്ലാത്ത എന്നാൽ വ്യക്തിപരമായി ആധ്യാത്മിക ജീവിതം കുടുംബത്തിൽ വീട്ടിലൊക്കെ ചെയ്യുന്ന, നാളുകളായി ക്രിസ്തുവുമായിട്ട് കൂദാശകളിൽ ആഴപ്പെട്ട വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെയൊക്കെ ബെത്ലഹേം TVയിലൂടെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
അതിനാൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.